അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് താൻ വഴങ്ങില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനി. ആണവ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക ഇടപെടൽ ഉണ്ടാകുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം ജനങ്ങളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ഇറാനോട് അമേരിക്കൻ വൈറ്റ് ഹൗസ് ആവശ്യപ്പെട്ടു. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. മധു, യഥാർത്ഥത്തിൽ ഈ ഡൊണാൾഡ് ട്രംപ് എല്ലാവർക്കും അൾട്ടിമാറ്റം കൊടുക്കുന്ന സ്വഭാവമാണല്ലോ. ഇതുവല്ലോ ഇറാനോട് നടക്കൂ? പ്രത്യേകിച്ച് പരമോന്നത നേതാവ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. മോർണിംഗ് SKN. ആണവായുധ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഇറാൻ എന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ കരുതുന്നത്. ഇതിന്റെയൊക്കെ വെളിച്ചത്തിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ചർച്ചകളിലൂടെ അവരുടെ ആണവായുധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഒരു കരാറിലോ അല്ലെങ്കിൽ ഒരു ധാരണയിലോ ഒക്കെ എത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇറാന്റെ പരമോന്നത നേതാവായ അയത്തോള ഖൊമേനിക്ക് കത്തയച്ചിട്ടുണ്ടെന്ന് ഇന്നലെ ഫോക്സ് ന്യൂസിനോട് വെളിപ്പെടുത്തിയത്. എന്നാൽ ഈ ഡൊണാൾഡ് ട്രംപിന്റെ കത്തൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് അയത്തുള്ള ഖൊമേനി ഇന്നലെ പറയുന്നത്. ഭീഷണിയുടെ സ്വരത്തിൽ ചർച്ചകൾക്കായി ശ്രമിക്കേണ്ടെന്നും ഖൊമേനി പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ, അമേരിക്കയുടെ പേരെടുത്ത് പറയുന്നില്ല, ഇത്തരം രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങൾ, അവരുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ഇറാനിൽ അടിച്ചേൽപ്പിക്കുവാനാണെന്ന് ഇന്ന് ഇറാന്റെ മുതിർന്ന നേതാക്കളും അതുപോലെ ഇറാൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുള്ള ചില ഉദ്യോഗസ്ഥരുടെയും ഒരു സംയുക്ത യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് ഖൊമേനി ഇത് പരാമർശിച്ചു പോയത്. ഡൊണാൾഡ് ട്രംപിന്റെ പേര് പറയാതെയാണ് ഖൊമേനി പറയുന്നത് പ്രകോപിപ്പിച്ച് വിലപേശൽ നടത്തുന്നത് പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമാകില്ല. അതുപോലെ ഈ ആണവധാരണ അല്ലെങ്കിൽ ഈ പദ്ധതിയിലെ മാത്രമല്ല നിലവിലെ പ്രശ്നങ്ങൾ, മറ്റ് പല പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതായിട്ടുണ്ടെന്നും ഖൊമേനി പറയുന്നു. അതേസമയം ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ആണവധാരണ ഉണ്ടാക്കണമെന്നുള്ള ആവശ്യം ഖൊമേനി തള്ളിക്കളച്ചതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് വൈറ്റ് ഹൗസ് വന്നിട്ടുണ്ട്. ഒന്നുകിൽ ഈ ആണവധാരണയിലേക്ക് എത്തുക, അല്ലെങ്കിൽ സൈനിക നടപടി നേരിടുക. ഇറാൻ അവരുടെ ജനങ്ങൾക്കും ജനങ്ങളുടെ ഉന്നമനത്തിനും താല്പര്യങ്ങൾക്കും ഒക്കെ ആയിരിക്കണം ആണവായുധങ്ങളെക്കാൾ പ്രഥമ പരിഗണന നൽകേണ്ടതെന്നാണ് US ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ബ്രയൻ ഹ്യൂഗ്സ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 60% സമ്പുഷ്ട യുറേനിയം ഇറാന്റെ പക്കലുണ്ട്. അത് 90% എത്തുവാൻ വലിയ താമസമൊന്നും വേണ്ട. ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 6 ആണവ ബോംബുകൾ സൃഷ്ടിക്കുവാൻ ഇറാന് സാധിക്കും. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ചില നിശ്ചിതമായ നിലപാടുകൾ എടുത്തിട്ടാണ് സംസാരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല.